ഫീഡ് ഫാഷൻ കോട്ടക്കലോത്സവം നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെയധികം തിരക്കുള്ളൊരു അതിഥിയാണ്. നമ്മളുടെ മലപ്പുറം ജില്ലാ കളക്ടറായിട്ടുള്ള VR വിനോദ് സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഏറെ തിരക്കുകൾക്കിടയിൽ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് നമുക്ക് സാറിനെ കിട്ടിയിരിക്കുന്നത്. കാരണം കലോത്സവ വേദികളിൽ മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ. നമുക്ക് സാറിനോട് സാറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സാറ് കലോത്സവ വേദിയിൽ ഒരുപാട് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കലോത്സവത്തെ കാണുന്നത്? കലോത്സവം വളരെ കുട്ടികളുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. പല നമ്മുടെ കൾച്ചർ മനസ്സിലാക്കുന്നതിനും സാഹിത്യം മനസ്സിലാക്കുന്നതിനും സമകാലിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ഇതിലൂടെ അവർക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, എല്ലാ വിധത്തിലുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കലാമത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ, വിജയികൾക്ക് മാത്രമല്ല പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം മെച്ചം കിട്ടുന്ന ഒരു കാര്യമാണ് കലാമത്സരം. സാറിന്റെ കലോത്സവ ഓർമ്മകൾ എങ്ങനെ? ഇതുപോലെ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ നൃത്തത്തിനോ സംഗീതത്തിനോ അല്ല മത്സരിച്ചിട്ടുള്ളത്. ഞാൻ മത്സരിച്ചിട്ടുള്ളത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രബന്ധരചന, കഥാരചന, കവിതാരചന, അതുപോലെ ചിത്രരചന തുടങ്ങിയ കാര്യങ്ങളിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതിൽ സ്കൂൾ തലത്തിലൊക്കെ ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ആ ഒരു ഫീലാണോ സാറിന് ഇപ്പം കിട്ടുന്നത്? കാരണം അന്ന് സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. ഇന്ന് ഒരുപാട് അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് അവസരങ്ങളാണ് ലഭിക്കുന്നത്. കലാമത്സരത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും വളരെയധികം വർദ്ധിച്ചു, ഇനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. അവർ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് മുൻപത്തേക്കാൾ അധികം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇന്ന് പല മേഖലകളിലും അവസരങ്ങളുണ്ട്. മുമ്പൊരു പക്ഷേ അവർക്ക് കലാരംഗത്തുള്ള സാഹിത്യരംഗത്തുള്ള അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ സ്കൂൾ കലാമേള മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. അതോടുകൊണ്ട് തന്നെ പണ്ടത്തെക്കാൾ അധികം കൂടുതൽ മെച്ചപ്പെട്ടവരും കൂടുതൽ കഴിവുള്ളവർക്കും മുമ്പോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഈ കലാമേളയിലൂടെ തന്നെ ഒരുപാട് നല്ല കഴിവുള്ളവർക്ക് മുമ്പോട്ട് വരാൻ സാധിക്കുന്നത്. ഓരോ കലാമേള കഴിയുമ്പോഴും കഴിവുള്ള ഒരുപാട് പേരെ കണ്ടെത്താൻ സാധിക്കും. നമുക്ക് സാഹിത്യത്തിനും സംഗീതത്തിനും നൃത്തത്തിനും അഭിനയ രംഗത്തും ഒക്കെ ഒരുപാട് കഴിവുള്ളവരെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് വലിയ കാര്യം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പം നമ്മളുടെ ജില്ലയിലേക്ക് വരാൻ അതിനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമോ നമ്മുടെ ജില്ലയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ജില്ല ഏറ്റവും അധികം കുട്ടികളുള്ള കാരണം ഇത്തവണ നമ്മൾ ഇതിപ്പോ 2ാം തവണയാണ് ഈ ഒരു കോട്ടക്കലിൽ തന്നെ, രാജാസിൽ തന്നെ 2ാം തവണയാണ് വരുന്നത്. അപ്പൊ തികച്ചും അതിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനതല കലാമേള നടത്താനുള്ള കപ്പാസിറ്റി മലപ്പുറത്തിനുണ്ട്. ഏറ്റവും അധികം വിദ്യാർത്ഥികളുള്ള മലപ്പുറത്താണ്, ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലയാണ്. തീർച്ചയായിട്ടും നമുക്കത് കിട്ടിയാൽ നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ജില്ലാതല കലാമേളയുടെ തന്നെ സംഘാടനം നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട സംഘാടനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാനതല കലാമേള നടത്താനുള്ള നമുക്ക് സാധിക്കും. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാർ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് വിശേഷങ്ങൾ പറയാമോ? കാരണം നമ്മൾ വാർത്തകളും അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള സംഭവങ്ങളുടെ വിവരങ്ങൾ മാത്രമേ നമുക്ക് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നമ്മളുടെ ആളുകൾക്കൊക്കെ അറിയുള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ? വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ ഭാര്യ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആളല്ല, ഹോം മേക്കറാണ്. 2 പെൺകുട്ടികളും വിദ്യാർത്ഥികളാണ്. അവരും ഇതുപോലെ മത്സര രംഗത്തൊക്കെ ഉണ്ടോ? അവർ നൃത്തവും സംഗീതവും ഒക്കെ പഠിക്കുന്നുണ്ട്. മത്സരത്തിലധികം അങ്ങനെ പങ്കെടുത്തിട്ടില്ല. പഠിക്കുന്നുണ്ട്. പേരെന്താണ് മക്കളുടെ പേര്? എൻ്റെ മൂത്ത മോൾ ധന്യ, 2ാമത്തെ മോൾ ഐശ്വര്യ. വൈഫിൻ്റെ പേര്? സ്വപ്ന. അപ്പം എന്തായാലും കലോത്സവത്തിൽ സാറിന് അതിഥിയായിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഏറെ തിരക്കുകളിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഏറെ സന്തോഷം. ഒരുപാട് നന്ദി. കളക്ടർ VR വിനോദ് സാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ കലോത്സവ ഓർമ്മകളും അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചു. അദ്ദേഹം ഇനി തിരക്കുകളിലേക്ക് വീണ്ടും മടങ്ങുകയാണ്.